കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. കൂട്ടാലിട സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ അമ്മാസ് ഹോട്ടലിൽ വൈകിട്ട് 4:30-യോടെയാണ് അപകടം. 2 ആഴ്ചയായി അടച്ചിട്ടിരുന്ന ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് കരാർ തൊഴിലാളികളായ അശോകനും റിനീഷും എത്തിയത്. 12 അടിയോളം താഴ്ചയുള്ള ടാങ്കിലേക്ക് ഒരാൾ ഇറങ്ങിയ ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. രക്ഷിക്കാൻ രണ്ടാമത്തെയാളും ഇറങ്ങിയെങ്കിലും കുഴഞ്ഞു വീണു. ഉടൻ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യ ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നാണ് കരുതുന്നത്. ടാങ്കിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നില്ല. അവർ വന്നതും 2-5 മിനിറ്റിനുള്ളിൽ തന്നെ സ്ത്രീയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിനെ ഗ്യാസ് പുറത്ത് പോകാനോ അല്ലെങ്കിൽ അതിനെ ടോക്സിക് ഗ്യാസ് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഫാൻ വെച്ച് നോക്കുക അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടോ ചെക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർ അതിൻ്റെ മൂടി തുറന്നു കാണുന്ന സാധാരണ ടാങ്കിൽ വെള്ളത്തിൻ്റെ ടാങ്കിൽ ഇറങ്ങുന്നവരെ ഇറങ്ങിയിട്ടുണ്ടാവും. അതായിരിക്കും അപകടകാരണമായിട്ടുണ്ടാവുക. പ്രദേശത്തുകാരിയായ രാജശ്രീയാണ് ഹോട്ടൽ നടത്തുന്നത്. ഹോട്ടൽ മറ്റൊരാൾക്ക് കൈമാറാൻ തീരുമാനിച്ചതാണ്. ഇതിന് മുന്നോടിയായി മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.